അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് പറമ്പിലും ചെടികളെയൊക്കെ നോക്കാൻ സമയം കിട്ടുക. ഇതെൻ്റെ കൂട്ടുകാരൻ നിശ്ചയിച്ച് തന്നൊരു മുളകാണ്, ഒരു ഉണ്ട മുളകാണ്. അതപ്പോൾ പാവാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കോലം കണ്ട് ആരും പേടിക്കേണ്ട. ഇന്ന് അവധി ദിവസമായിരുന്നു, കുളിയും ദേവാരമൊക്കെ വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ തലയിൽ എണ്ണയും വെച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ ചെടി നടാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വിത്ത് ആദ്യം എടുക്കണം. ഇതിൻ്റെ അരിയാണ് നമ്മൾ പാവുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഈ ഉണ്ടമുളക്. പക്ഷെ കാണുന്ന അത്ര ഉണ്ടയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അരിയുടെ വലിപ്പം വളരെ കുറവാണ്. കുറച്ച് അരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കട്ടിയും കൂടുതലായിരുന്നു. അത് കീറി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചല്ലോ, നമുക്ക് എന്തായാലും വിജയം കണ്ട് തിരിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അരി എടുത്ത് മാറ്റുകയാണ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അരി കിട്ടുന്നത്. അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി ഈ മുളക് നമുക്ക് കറിയിലിടാൻ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ അരിയായിട്ട് ഒരു പഴയ ചെടിച്ചട്ടി എടുത്തു. അതിലേക്ക് കുറച്ച് പഴയ ഒരു കട്ടിയായിട്ടുള്ളൊരു മണ്ണുണ്ടായിരുന്നു. അത് പൊട്ടിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പതിയെ ബലം പിടിച്ചിട്ടാണെങ്കിലും നമ്മളത് പൊട്ടിച്ചെടുത്തു. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിനകത്ത് നിന്ന് കട്ടയെ മാത്രം ഇളക്കിയെടുത്തു. അതിനകത്ത് നിന്ന് വേരും നാരും അതെല്ലാം മാറ്റി. പിന്നെ കുറച്ച് പുതിയതായിട്ടുള്ളൊരു കവറിലും കുറച്ച് മണ്ണിരിപ്പുണ്ടായിരുന്നു. അത് അധികം പഴകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിന് പൊളിക്കാനും എളുപ്പമായിരുന്നു. വേരുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. വെറുതെ അല്ല, ഈ ചട്ടിയുടെ ഉള്ളിൽ വേറെ കുറച്ച് മണ്ണുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ആ ചെടിച്ചട്ടീനകത്തേക്ക് ആ വേരുകളൊക്കെ കളഞ്ഞ് നല്ല മണ്ണിനെ ഫസ്റ്റ് ലെയറായിട്ട് വെക്കുകയാണ്. നന്നായിട്ട് പൊടിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം മിക്സ് ചെയ്യാം. ഒരു ലെയർ നല്ല മണ്ണ് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കട്ടിയായിട്ടുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. രണ്ട് മണ്ണും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അരി പാകി കൊടുക്കാനായിട്ട്. കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെറുക്കി മാറ്റി വയ്ക്കുക. എത്രത്തോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത്രത്തോളം വെള്ളം ഒഴിക്കുമ്പോഴേക്കും താഴേക്ക് ഇറങ്ങാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അവസാനം ഈ ലെയർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുറച്ച് ലേശം കൂടി മണ്ണ് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരി ഓരോന്നായിട്ട് വിതറി കൊടുക്കുക. അടുത്തടുത്ത് പോവാണ്ട് കുറച്ച് അകലത്തിലേക്ക് ഇടുക. കാരണം നമുക്ക് കുറച്ച് അരി ഉള്ള കാരണമാണ് ചെറിയ ചെടിച്ചട്ടി എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ വട്ടപാത്രത്തിലൊക്കെ പാകാവുന്നതാണ്. ഇവിടെ എനിക്ക് കുറച്ചുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെറിയൊരു ചെടിച്ചട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നും മിസ്സായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഓരോന്നും പിറക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മണ്ണ് നമുക്ക് ഒരു ലെയറും കൂടി മുകളിലിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ നല്ല മണ്ണുകൾ മിക്സ് ചെയ്യുക. പിന്നെ അമ്മ പാത്രം കഴുകി വയ്ക്കുന്ന മേശപ്പുറത്തിലാണ് ഞാൻ മണ്ണിട്ട് മിക്സ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് മാറ്റുക. എല്ലാം ക്ലിയർ ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് വെയിലടിക്കുന്ന ഒരു ഏരിയയിലേക്ക് അത് വെച്ച് കൊടുക്കുക.